ഞാൻ അഭിരാമി ആദ്യമായിട്ട് കണ്ട ദിവസവും ആ കോഫി ഷോപ്പിൽ വന്നത് സഞ്ജയനെ കാണാൻ വേണ്ടി തന്നെയാണ്. അവൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതുവാ. ഞാനത് വിശ്വസിച്ചു പോയി. പിന്നെ മനസ്സിലായത് അവൻ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അശ്വതിയുടെ കല്യാണം നടത്തും? നീ ടെൻഷൻ അടിക്കണ്ട, നമുക്കൊരു വഴിയുണ്ടാക്കാം. ഞാൻ സാമിനോട് സംസാരിക്കാം, അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഓക്കെ? അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയത്. ഇത് ഫാദർ മറ്റത്തിൽ, ഈ ഓർഫനേജിന്റെ ചുമതലയുള്ള അച്ഛനാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഈ മാസം ഇതേ ഉള്ളൂ. തമ്പുരാന്റെ കൃപ കൊണ്ട് അടുത്ത മാസം കൂടുതൽ മെച്ചപ്പെടുത്താം. പ്രാർത്ഥിക്കണം. ഇത് തന്നെ വലിയൊരു പുണ്യല്ലേ സാമൂലേ? ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരുപക്ഷെ കർത്താവ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതാവും. കർത്താവ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ കുഞ്ഞുങ്ങളുടെയും എൻ്റെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു ഫാദർ. എങ്കിൽ ഞാനങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. ഇതാ അബ്രാമി എല്ലാം പറഞ്ഞില്ലേ? തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അർജുൻ, നിനക്കറിയോ, അബ്രാമിയും ഞാനും ഇതേപോലൊരു ഓർഫനേജിൽ അന്തേവാസികളായിരുന്നു. നല്ല ഭക്ഷണം, പുതിയ ഉടുപ്പ്, ഇതൊക്കെ കാണുന്നതെന്ന് കൊതിയായിരുന്നല്ലോ. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ അതിൽ കുറിച്ച് ആ കുട്ടികൾക്കും കൊടുക്കണമെന്ന് തോന്നി. അർജുൻ, ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നും ഈ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ല. അവരാഗ്രഹിക്കുന്ന രീതിയിൽ വളരാനുള്ള അവസരം അവർക്കും കിട്ടണം. ദാറ്റ്സ് വൈ ഇങ്ങനൊരു പ്ലാൻ. ആൻഡ് യു ക്യാൻ ഹെൽപ്പ് us, only you. ഞാനെന്താ ചെയ്യേണ്ടത്? പറയാം. സി അർജുൻ, ഇതൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫയലാണ്. ഇതിലുള്ള രേഖകളെല്ലാം ഫേക്കാണ്. ഇത്തരത്തിലുള്ളൊരു കമ്പനിയോ ഇതിലെ ഫോട്ടോയിൽ കാണുന്ന ആളോ നിലവിലില്ല. യു നോ വൺ തിങ്, നമ്മുടെ ബാങ്കിൽ വിവിധ അക്കൗണ്ടുകളിലായി ട്രാൻസാക്ഷൻ നടക്കാതെ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡെപ്പോസിറ്റുകളുണ്ട്. അതിൻ്റെ അവകാശികളാരും തന്നെ അതിൽ ടച്ച് ചെയ്തിട്ട് വർഷങ്ങളായി. കുട്ടിക്കഥകളിലെ മയിൽപ്പിലി പോലെ പെറ്റുപെരുകുന്ന കള്ളപ്പണം. അത് ബാങ്കിൽ കിടന്ന് ആർക്കെന്ത് ഉപകാരം? പക്ഷേ നമ്മൾ കുറച്ച് വളഞ്ഞ വഴി പ്രയോഗിച്ച ഈ പാവം കുട്ടികൾക്ക്, അവരുടെ സ്വപ്നങ്ങൾക്ക് ആ പണം ഉപയോഗപ്പെടും. അതെങ്ങനെ? പറയാം. പക്ഷേ അതിനു മുമ്പ് എനിക്കറിയണം, ആരെയും ദ ഗെയിം. ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ എന്ന് എനിക്കറിയണം. അർജുൻ, ഇതാണ് ഡോക്ടർ നയനാൻ കോശി, നഗരത്തിലെ തിരക്കേറിയ വെസ്റ്റേൺ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ്. സ്വന്തമായി 2-3 ക്ലിനിക്കുകൾ. അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലോ ഒരു പ്രധാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ്, റോസമ്മ നയനാൻ. 2 പേർക്കും കൂടി വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ. വർഷങ്ങളായി വെറുതെ കിടക്കുന്ന ഈ ഫണ്ടിൽ നിന്നും TDS പിടിക്കുന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. ഇദ്ദേഹം അഡ്വക്കേറ്റ് ഹേമന്ത് കർത്ത, നഗരത്തിലെ പ്രഗത്ഭ MA അഡ്വക്കേറ്റ്. ഏതാണ്ട് 20 കൊല്ലത്തോളമായി നഗരത്തിലെ ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെന്റിൽ വർക്ക് ചെയ്യുന്നു. എല്ലായിടങ്ങളിലും അദ്ദേഹത്തിന്റെ കണ്ണും കാതുവെത്തും.
എല്ലാ ഹോസ്പിറ്റലുകളുമായും നല്ല ബന്ധം. ഇവിടെ പല അപകടങ്ങളും ഇങ്ങേരിലൂടെ സൃഷ്ടിക്കപ്പെടുന്നൊരു സംസാരമുണ്ട്. പിന്നെ ഇതൊന്നും കേട്ട് അർജുൻ ഞെട്ടണ്ട. ഇത് വലിയ വലിയ ആൾക്കാരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇനി നീ എന്താ ചെയ്യേണ്ടെന്ന് അഭിരാമി പറയും. 1 കോടി രൂപ. ഇന്നത്തെ കാലത്ത് അതൊരു തുകയേ അല്ല. പക്ഷേ നമുക്കത് വലുതാണ്. ക്രൗൺ പ്ലാസ. കുഞ്ഞ് ഞാൻ പറഞ്ഞവരൊക്കെ പോയി കണ്ടില്ലേ? അവരെല്ലാം ശ്രീധരേട്ടനെ നന്നായിട്ട് അറിയുന്നവരാ. ഉവ്വ് കണ്ടിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇപ്പോൾ അച്ഛനോടാണെന്ന് അറിയില്ല. അവൻ ഉണ്ടാക്കാൻ നടക്കുന്ന പോടാ അവിടുന്ന്. എനിക്ക് എന്നെ അറിയത്തില്ല. ഈ ജോതിനെ നീ കണ്ടിട്ടില്ല. ആരാടാ? എന്താടാ? നീ വലിയൊരു മറ്റവൻ. അയ്യോടാ. ആഹാ, നമുക്ക് കാണാമല്ലോ. ആഹാ, ഒന്ന് മാറിക്കണം അവിടെ. ആരാടാ അത്? കഴിഞ്ഞ 5 വർഷമായി ഈ ഓർഫനേജിന്റെ നടത്തിപ്പ് ചുമതല എനിക്കാ. ഇതാണ് നിങ്ങൾ പറഞ്ഞ അച്ഛൻ, ഫാദർ വർഗീസ് മറ്റത്തിൽ. ഫാദർ മരിച്ചിട്ടിപ്പോൾ 5 വർഷമായി. കഴിഞ്ഞു മോളെ. അനങ്ങാനാവാത്ത വിധം നിന്റെ രാജാവ് ബ്ലോക്കായി. കൂടെ നിന്ന് ചതിക്കുന്നോടാ നായിന്റെ മോനെ. ആ പാവം അനാഥ പിള്ളേരെ മുൻനിർത്തി എന്നെ വെച്ച് കോടികൾ അടിച്ചു മാറ്റാനാണ് നിന്റെ കടക്കൂട്ടിലെങ്കിൽ വേണ്ട. നെറ്റി പോറാൻ പോലും നിനക്ക് അതിൽ നിന്ന് ചില്ലി കാശ് കിട്ടില്ല. അർജുനാ പറയുന്നത്.